സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം. സുഖമായിരിക്കുന്നോ? നിങ്ങൾ സുഖമായിരിക്കണമെന്നും സന്തോഷത്തോടെ ആയിരിക്കണമെന്നും നിങ്ങൾ സമാധാനത്തോടെ ആയിരിക്കണമെന്നും എല്ലാത്തിലും പ്രധാനമായിട്ട് നിങ്ങൾ ആത്മീയമായി ബലം പ്രാപിച്ചവരായിരിക്കണമെന്നും ഹൃദയശുദ്ധിയുള്ളവരായിട്ട് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി മുൻപോട്ട് പോകണം എന്നാഗ്രഹിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് നൽകുന്ന സന്ദേശങ്ങളുമായി എല്ലാ ദിവസവും നിങ്ങളിലേക്ക് ഈ രീതിയിൽ വരികയാണ്. അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുണ്ടല്ലോ, മനസ്സിലത് സംഗ്രഹിക്കുന്നുണ്ടല്ലോ, ആ വചനമനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുണ്ടോ? നോക്കുക, ക്രമപ്പെടുത്തുക എന്നത് പലർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാൽ ഒരു വ്യക്തി സ്വയം ക്രമീകരിക്കുന്നതായ സമയത്താണ് പരിപൂർണനായിട്ട് മാറുവാനിടയാകുന്നത്. കാരണം നാം ആരും തികഞ്ഞവരല്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ പല ബലഹീനതകളുമുണ്ടല്ലോ, നമ്മുടെ സ്വഭാവത്തിലും പല കുറവുകളുണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ബലഹീനതകളും നമ്മുടെ കുറവുകളും നമ്മുടെ തെറ്റുകുറ്റങ്ങളും ആരെങ്കിലും ഉയർത്തി കാണിക്കുകയാണെങ്കിൽ അവരോട് നാം കോപിക്കാതെ പകരമായി അവയെ നേരെയാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് സമ്പൂർണമായും ദൈവത്തിന്റെ ഹിതപ്രകാരം സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയും. അതുമാത്രമല്ല, നമുക്ക് ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്നവരായി ജീവിക്കുവാനും കഴിയും. അപ്പോൾ മൂഢത ഉപേക്ഷിച്ചുകൊണ്ട്, നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട്, എൻ്റെ നോട്ടത്തിൽ ഞാൻ നീതിമാനാകുന്നു എന്നുള്ളതായ ആലോചന വിട്ടിട്ട്, ദൈവമേ നിന്റെ ദൃഷ്ടിയിൽ ഞാൻ എങ്ങനെയുള്ളവനാകുന്നു എന്ന് ചോദിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നവർ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാകും. ഭക്തനായ ദാവീദ് പറഞ്ഞു, കർത്താവേ എന്നെ പരീക്ഷിക്കണമേ, എന്നെ പരിശോധിക്കണമേ, വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കിയിട്ടെന്നെ നിത്യമായ മാർഗത്തിൽ നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ നാമും കർത്താവിനോട് ഇപ്രകാരം തന്നെ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എന്നെ പരീക്ഷിക്കണമേ, ശോധന ചെയ്യണമേ, നിനക്ക് വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കുമാറാകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. നിന്റെ നിത്യമായ മാർഗത്തിൽ, നിന്റെ നേരായ മാർഗത്തിൽ എന്നെ നടത്തുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് നാം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിർദോഷികളായിട്ട്, നിഷ്കളങ്കരായിട്ട്, അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് നിൽക്കുവാൻ കഴിയും. സദൃശവാക്യങ്ങൾ 22-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം വായിക്കുന്നു, ശ്രദ്ധിക്കുക. ധനവാൻ ദരിദ്രന്മാരെ ഭരിക്കുന്നു, കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന് ദാസൻ. ധനവാൻ ദരിദ്രന്മാരെ ഭരിക്കുന്നു, കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന് ദാസൻ. കടം മേടിക്കുന്ന വ്യക്തി കടം കൊടുക്കുന്ന വ്യക്തിക്ക് ദാസൻ. ശ്രദ്ധിക്കുക, കടം എന്നതായ വാക്ക് നമുക്കറിയാമല്ലോ. കടം എന്നുള്ള ആ വാക്ക് നാം ഉപയോഗിച്ചില്ല എങ്കിലും ഇപ്പോൾ ക്രെഡിറ്റ് എന്നും ലോണെന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കടം വാങ്ങിച്ചു കൂട്ടുകയാണല്ലോ. അനേകം ആളുകൾ എവിടെ നിന്നായിരിക്കും എനിക്ക് കടം കിട്ടുന്നു എന്ന് പറഞ്ഞ് കടം വാങ്ങിച്ചു കൂട്ടി പല വിധത്തിലുള്ളതായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് നമുക്ക് കാണാം. വളരെ ദുഃഖകരമാണത്. എന്താണ്? പണ്ടുള്ളവർ പറയും, കടം വാങ്ങിച്ചിട്ടാണെങ്കിലും ശരി നല്ല രീതിയിൽ ജീവിച്ചു പോകണം എന്ന്. എന്നാൽ ഈ കാലത്തുള്ളതായ ചിലർ പറയുന്നത് കടമാണെങ്കിലും വയറ് നിറച്ച് മദ്യം വാങ്ങി കുടിക്കണമെന്നാണ്. കടം വാങ്ങി മദ്യപിക്കുകയും കടം വാങ്ങി ആഹാരം കഴിക്കുകയും ചെയ്യുക എന്നത് പലർക്കുമുള്ള ശീലമാണ്. ഈ കാലത്ത് ഈ കടഭാരം അനേകരുടെ ജീവിതത്തിലൊരു കഷ്ടതയായിരിക്കുകയാണ്. തിന്നുവാനും കുടിക്കുവാനും മാത്രമല്ല, വസ്ത്രം വാങ്ങുന്നതിന് വേണ്ടി, പലവിധമായ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുവാനായിട്ട്, വസ്തു വാങ്ങുന്നതിന് വേണ്ടി, വാഹനങ്ങൾ വാങ്ങാൻ, അതും ഇതുമെല്ലാം വാങ്ങുവാൻ കടം വാങ്ങുന്ന ആളുകളെ നാം കാണുന്നുണ്ടല്ലോ. ഈ കാലത്ത് നാം എവിടെ തിരിഞ്ഞാലും ശരി കടമെന്നാണ് കേൾക്കാറുള്ളത്. എന്തിനേറെ പറയുന്നു, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൽ നിന്ന് കടം വാങ്ങുന്നു, വേൾഡ് ബാങ്കിൽ നിന്നും കടങ്ങൾ വാങ്ങിക്കൂട്ടുന്നു. അനേക രാജ്യങ്ങൾ ഇങ്ങനെ കടം വാങ്ങിക്കൂട്ടിയിട്ട് അവർ ഞെരുക്കത്തിലും ബുദ്ധിമുട്ടിലും ആയി പോകാറുണ്ട്. നമ്മുടെ ഭാരതത്തിന്റെ കാര്യം നോക്കിയാലും $4000 മില്യൺ കടം ഉണ്ടെന്നാണ് പറയുന്നത്. ഈ കടം എങ്ങനെയാണ് വീട്ടേണ്ടത് എന്ന ചിന്തയില്ല. ഒരു കടം വീട്ടുന്നതിന് വേണ്ടി അടുത്ത കടം വാങ്ങിക്കൂട്ടി അങ്ങനെ റൊട്ടീനായിട്ട് ഈ കാര്യം ഇങ്ങനെ തന്നെ മുൻപോട്ട്
പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ കാലത്ത് എല്ലാ മനുഷ്യരും കടം വാങ്ങി ജീവിക്കുന്നതായിട്ട് കാണാൻ കഴിയും. കടത്തിൻ്റെ കാർഡ്, അതെന്താണ്? ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? ഒരു വ്യക്തിക്ക് ക്രെഡിറ്റ് കാർഡ് ഇല്ല എങ്കിൽ ആ വ്യക്തിയെ നിസ്സാരനായിട്ടാണോ നിങ്ങൾ കാണുന്നത്? കഴിവില്ലാത്ത വ്യക്തിയായിട്ട്, സമ്പത്തില്ലാത്ത വ്യക്തിയായിട്ട് അദ്ദേഹത്തെ നിസ്സാരനായിട്ട് കാണുന്നുണ്ടോ? എല്ലാ മനുഷ്യരും ഒരു ക്രെഡിറ്റ് കാർഡും കയ്യിൽ വെച്ചുകൊണ്ട് ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി, പലവിധമായ കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. നോക്കുക, നമുക്ക് ആവശ്യമുള്ളത് ആവശ്യമുള്ള സമയത്ത് വാങ്ങിക്കുന്നത് നല്ലത്. അനാവശ്യമായ ഒരു സാധനം ആവശ്യമില്ലാത്തതായ ഒരു സമയത്ത് വീട്ടിൽ വാങ്ങിവെക്കുന്നത് നല്ലതാണോ? വിലക്കിഴിവിൽ കിട്ടിയതാണെന്നും പറഞ്ഞ്, അല്ലെങ്കിൽ ഓഫറിൽ കിട്ടിയതാണെന്നും പറഞ്ഞ് വീട് നിറയെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടി വച്ചിരിക്കുന്നതായ ആളുകളെ ഇന്ന് നാം സാധാരണ കാണാറുണ്ടല്ലോ. നോക്കുക, ഈ കടത്തിനെക്കുറിച്ച് ബൈബിളിൽ എന്താണ് പറയുന്നത്? കടം വാങ്ങുന്ന വ്യക്തി കടം കൊടുക്കുന്നവന് അടിമയായിരിക്കും. നിങ്ങൾ വില കൊടുത്ത് വാങ്ങപ്പെട്ടവർ ആയിരിക്കയാൽ മനുഷ്യന് ദാസന്മാരായിരിക്കരുത്. അനേകം ആളുകളും ഇന്ന് അധ്വാനിച്ച് ജീവിക്കണമെന്നും ആ അധ്വാന ഫലത്തിൽ സന്തോഷിക്കണമെന്നും ആഗ്രഹിക്കുന്നതേ ഇല്ല. അനീതി ചെയ്ത് സമ്പാദിച്ചു വെക്കണം, അധ്വാനം കൂടാതെ പണം സമ്പാദിക്കണം എന്നാഗ്രഹിച്ച് അനേകം ആളുകൾ ഇന്ന് ഓടി നടക്കുന്നത് കാണാം. അങ്ങനെയുള്ളതായ അവസ്ഥയിൽ ആ വ്യക്തികൾ അവസാനം കടഭാരത്തിൽ ആകുന്നത് കാണാം. അനേകം ആളുകൾ ഇന്ന് പണം പലിശയ്ക്ക് കൊടുത്ത് തങ്ങളുടെ കയ്യിലുള്ള പണത്തെ ഇരട്ടിപ്പിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അവസാനം ഉള്ള പണം കൂടി നഷ്ടപ്പെടുത്തുന്നതായി കാണാം. മറ്റനേകം ആളുകൾ കുറേ പണം അവിടെയും ഇവിടെയും എല്ലാം കൊണ്ട് ഏൽപ്പിച്ചിട്ട് അതെപ്പോഴാണ് വർദ്ധിച്ച് വരുന്നത്, ലാഭം കിട്ടുന്നത് എന്ന് വിചാരിച്ച് അവസാനം സകലതും നഷ്ടപ്പെട്ട് നിരാശപ്പെടുന്നത് കാണുന്നുണ്ട്. അതെ, ഈ പണമെന്നത് അപകടം നിറഞ്ഞതാണ്. വേദപുസ്തകം പറയുന്നു, ധനമോഹം സകല ദോഷത്തിനും കാരണമാകുന്നു എന്ന്. ഈ ധനത്തെക്കുറിച്ചുള്ളതായ ആഗ്രഹം, പണത്തെക്കുറിച്ചുള്ളതായ ആശ മനുഷ്യരെ പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്തു ചെയ്താലും പണം വേണം എന്ന രീതിയിൽ എല്ലാ മനുഷ്യരും ജീവിക്കുന്നതായിട്ട് കാണാം. എനിക്കെത്ര പണം കിട്ടും, എനിക്കെത്ര ലാഭം കിട്ടും എന്ന ആഗ്രഹത്തോടുകൂടി തന്നെയാണ് ഏതു ചെയ്താലും, എന്ത് ജോലി ചെയ്താലും, ആർക്കെന്ത് സഹായം ചെയ്താലും മനുഷ്യന്റെ ചിന്താഗതി അതുതന്നെയാണ് ഇവരുടെ ആഗ്രഹം. നോക്കുക, പണം വേണം, പണം വേണമെന്ന് പറഞ്ഞ് രാത്രിയും പകലും അധ്വാനിക്കുന്നവരെ നാം ഇന്ന് കാണാറുണ്ട്. ഭാര്യയെയും മക്കളെയും നോക്കാതെ, ആരോഗ്യസ്ഥിതി നോക്കാതെ, കൂടുതൽ വ്യാപാരം ചെയ്ത് കൂടുതൽ പണം സമ്പാദിക്കാമെന്ന് പറഞ്ഞ് രാവും പകലും വ്യത്യാസം കൂടാതെ ഒരുപാട് അധ്വാനിച്ച് പണം സമ്പാദിച്ചു കൂട്ടുന്നതായിട്ട് കാണുന്നു. അവസാനം സമ്പാദനമെല്ലാം കഴിഞ്ഞിട്ട് ഏതെങ്കിലും രോഗം ബാധിച്ച് സമ്പാദിച്ചു കൂട്ടിയവയെല്ലാം തന്നെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്നതും കാണുന്നു. ഇത് ശരിയല്ലേ? ഒറ്റത്തവണ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ എത്രയോ പണം ചിലവാകും. ഒരു സർജറി നടക്കുകയാണെങ്കിൽ എത്രയോ പണം ചിലവഴിക്കണം. ഇന്ന് അനേകം ആളുകൾ പണത്തെക്കാൾ മുഖ്യം ആരോഗ്യമാണെന്നത് മനസ്സിലാക്കുന്നതേയില്ല. ആരോഗ്യമാണ് മഹാഭാഗ്യമെന്ന് പണ്ട് പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ പണത്തിനാണവർ പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു പുരുഷൻ താൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് തൻ്റെ ഭാര്യയെയും മക്കളെയും പുലർത്തണം. നല്ലതാണ്. കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സമ്പാദിച്ച് നിന്റെ മക്കളെ നീ വളർത്തിക്കൊണ്ട് വരിക. അനാവശ്യമായ ആഡംബരങ്ങൾക്ക് ഇടം കൊടുക്കരുത്. ഭാവിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നിന്റെ മക്കൾക്ക് കൊടുക്കേണ്ട സമയം കൊടുക്കാതെ ഇരിക്കരുത്. കാരണം നീ സമ്പാദിച്ചു കൂട്ടിയാൽ പിന്നീട് നിന്റെ മക്കൾ ഒരുപക്ഷെ നിന്നെ പരിഗണിക്കില്ലായിരിക്കാം. അല്ലെങ്കിൽ അവസാനം നീ സമ്പാദിച്ചതെല്ലാം ബാക്കിയാവുകയും നിന്റെ മക്കൾ നിന്നെ ഉപേക്ഷിക്കുകയും ചെയ്തേക്കാം. മക്കൾക്ക് വേണ്ടി പണം സമ്പാദിച്ചു വയ്ക്കുന്നതിനെക്കാട്ടിൽ നല്ലത് ആ മക്കളോടൊപ്പം സമയം ചിലവഴിക്കുന്നത് ആകുന്നു എന്നതോർക്കുക. ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്തിലും പണം സമ്പാദിക്കുന്നതിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഭാര്യയെ വിട്ടിട്ട് ഭർത്താവ് അധ്വാനിക്കാൻ വേണ്ടി പോകുന്നത്, അതുപോലെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പണം സമ്പാദിക്കുന്നതിന് വേണ്ടി വിദേശ രാജ്യത്ത് പോകുന്നത് കാണുന്നുണ്ടല്ലോ. ഭാര്യയും ഭർത്താവും ഒരുമിച്ചായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഭാര്യ ഒരിടത്തും ഭർത്താവ് മറ്റൊരിടത്തും മക്കൾ മറ്റൊരിടത്തും ആയിരിക്കുമ്പോൾ ആ കുടുംബത്തിൽ എത്ര പണമുണ്ടെങ്കിലും എത്ര സമാധാനമുണ്ടാകും? അവസാനം അങ്ങനെയുള്ള കുടുംബങ്ങൾ ഛിന്ന ഭിന്നമായി പോകുന്നത് കാണാം. നോക്കുക, പണത്തേക്കാൾ കുടുംബമാണ് പ്രധാനം. ഭാര്യ ഭർത്തൃ ബന്ധമാണ് പ്രധാനം. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുമെന്ന് പറയുന്നു. ഒരുമിച്ചിരുന്ന് കഞ്ഞി കുടിച്ചാലും അത് അനുഗ്രഹമായിരിക്കുന്നുവെന്ന് പറയാറുണ്ട്.
എന്നാൽ ഈ കാലത്ത് ഭാര്യാഭർത്താക്കന്മാർ അകന്നു ജീവിക്കുന്നു. പണം സമ്പാദിക്കുന്നതിന് വേണ്ടി ഭാര്യയും ഭർത്താവും അകന്നു നിന്ന് ജോലി ചെയ്യുന്നു. തന്മൂലം അവസാനം കുടുംബ ബന്ധങ്ങൾ തകർന്ന് പോകുന്നതായിട്ടും ഇന്ന് നമുക്ക് കാണുവാൻ കഴിയും. നോക്കുക, പണമുണ്ടാക്കാനായിട്ട് മനുഷ്യൻ എത്രയോ നെട്ടോട്ടമോടുന്നു, എത്രയോ ആഗ്രഹത്തോടെ പ്രവർത്തിക്കുന്നു. തൻ്റെ കഴിവിനപ്പുറമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ, തൻ്റെ വരുമാനത്തിനും അപ്പുറമുള്ളതായ കാര്യങ്ങൾ വാങ്ങിച്ചു കൂട്ടാൻ, തനിക്കുള്ളതെല്ലാം മുതൽ മുടക്കിയിട്ട് അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിലുമാകുന്നുണ്ട്. വലിയ ഒരു വീട് പണിയേണ്ടതിന് വേണ്ടി കടം വാങ്ങിയിട്ട് പണി ആരംഭിച്ച ശേഷം വീട് പണി പകുതിക്ക് വെച്ച് നിർത്തിയ ആളുകളുമുണ്ട്. വീട് പണിതിട്ട് കടം വീട്ടുവാൻ കഴിയാതെ അനേകം ആളുകളിൽ നിന്ന് കടം വാങ്ങിച്ചിട്ട് നിന്ദിക്കപ്പെടുന്ന ആളുകളുമുണ്ട്. നോക്കുക, എനിക്കെന്താണോ ആവശ്യമുള്ളത് അത് തക്ക സമയത്ത് ദൈവം നൽകും എന്ന വിശ്വാസമില്ലാത്ത ആളുകൾ കടം വാങ്ങിയിട്ട് പല കാര്യങ്ങളും സമ്പാദിച്ചു കൂട്ടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ കടം അങ്ങനെ തന്നെ അവശേഷിക്കുകയില്ലല്ലോ. കടത്തോടൊപ്പം പലിശയും വളർന്നു വരുമല്ലോ. ചില ആളുകൾ കടം വാങ്ങിയിട്ട് അതിൻ്റെ പലിശ വീട്ടി അവസാനം മുതലൊട്ടും തന്നെ കൊടുക്കുവാൻ കഴിയാതെ കടം അങ്ങനെ തന്നെ അവശേഷിക്കുന്നതും കാണുന്നു. ഒരു സാധാരണ ജോലി ചെയ്യുന്ന വ്യക്തി എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, എനിക്ക് 5 ലക്ഷം രൂപ കടഭാരമുണ്ടെന്ന്. എങ്ങനെയാണ് 5 ലക്ഷം രൂപ കടം വരാനിടയായത് എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, അങ്ങനെ വാങ്ങി കടം കൂടിയതാണ് എന്ന്. എങ്ങനെയാണ് അങ്ങനെ വർദ്ധിച്ചു പോയെന്ന് പറയുന്നു. എന്താണ്? കടം വാങ്ങുന്ന സമയത്ത് ആ കടത്തോടൊപ്പം തന്നെ പലിശയും നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ചിലർ പറയുന്നുണ്ട്, മാസങ്ങളായിട്ട് ഞാൻ കടം വിടുകയാണ്, എന്നാൽ ഞാൻ പലിശ മാത്രമേ ഇതിനു വേണ്ടി കൊടുക്കുന്നുള്ളൂ, അതുകൊണ്ട് എൻ്റെ കടം അങ്ങനെ 1 രൂപ പോലും കുറയാതെ അങ്ങനെ തന്നെ നിൽക്കുകയാണെന്ന് പറയുന്നു. നോക്കുക, കടം വാങ്ങുന്ന വ്യക്തി കടം കൊടുക്കുന്ന വ്യക്തിക്ക് ദാസനാണ്. കടം നിന്റെ ആരോഗ്യത്തിന് നല്ലതല്ല. കടം നിന്റെ സമാധാനത്തെ നശിപ്പിക്കുന്നു. അനേകം ആളുകൾ ആ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് കാരണമായി ലക്ഷക്കണക്കിന് കടം വന്നിട്ട് അവസാനം നോട്ടീസ് വന്നിട്ട് അത് വീട്ടുവാൻ കഴിയാത്തതായ അവസ്ഥയിൽ ഒളിച്ചോടിപ്പോകുന്നത് കാണുന്നുണ്ട്. ചിലർ എന്തു ചെയ്യണമെന്ന് അറിയുവാൻ കഴിയാതെ മരണത്തിൽ അഭയം പ്രാപിക്കുന്നതായിട്ടും കാണുന്നു. എന്തുകൊണ്ടാണ് മരിക്കുവാൻ പരിശ്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയും, കടം എനിക്ക് വീട്ടുവാൻ കഴിയുകയില്ല, എൻ്റെ ജീവിതത്തിൽ എനിക്കത് വീട്ടുവാൻ കഴിയില്ല എന്ന് എനിക്കറിയാം, മരണം മാത്രമാണ് എനിക്ക് ആശ്രയമെന്നും പറയാറുണ്ട്. അതുകൊണ്ട് പണത്തിൻ്റെ കാര്യത്തിൽ ജാഗ്രതയോടെ ആയിരിക്കുക. കടം വാങ്ങുവാനായിട്ട് പരിശ്രമിക്കരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ അത് ദൈവം തക്ക സമയത്ത് നൽകുമെന്ന് വിശ്വസിക്കുക. തീർച്ചയായിട്ടും ആകാശ പറവകളെ പോഷിപ്പിക്കുന്ന ദൈവം നമ്മുടെ കാര്യങ്ങളും നടത്തും. പുല്ലിനെയും പൂവിനെയും സംരക്ഷിക്കുന്ന ദൈവം നമ്മുടെ കാര്യങ്ങളും നടത്തുവാൻ ഇടയാകും. നാം ചോദിക്കുന്നതിലും അത്യന്തം പരമായി നമുക്ക് ചെയ്തു നൽകുന്ന ഒരു കർത്താവുണ്ട്. ഒരുപക്ഷെ നീ കടത്തിലാകുന്നുവെങ്കിൽ നീ ആഡംബരമായി ജീവിച്ചു എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ നീ അനാവശ്യമായ കാര്യങ്ങൾ വാങ്ങിക്കൂട്ടി എന്നാണ് അർത്ഥം. എൻ്റെ വരുമാനം എത്രയാകുന്നുവെന്നും എൻ്റെ ചിലവ് എത്രയാകുന്നുവെന്നും നിങ്ങൾ കണക്ക് കൂട്ടിയിട്ടുണ്ടോ? എൻ്റെ വരുമാനം ഇത്രയായിരിക്കുമ്പോൾ ഇത്രമാത്രം ചിലവാണെങ്കിൽ എങ്ങനെ നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയുമെന്ന് ഭാര്യയും ഭർത്താവുമായി നിങ്ങൾ ഒരുമിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഉള്ളതുകൊണ്ട് തൃപ്തിയോടെ ജീവിക്കാം, ഉള്ളതുകൊണ്ട് തന്നെ ആവശ്യങ്ങൾ നിറവേറ്റാം, ഉള്ളതുകൊണ്ട് സന്തോഷിച്ച് ദൈവത്തിനു വേണ്ടി സമർപ്പിച്ച് ജീവിക്കാമെന്ന് നിങ്ങൾ തീരുമാനിച്ച് ജീവിക്കുന്ന സമയത്ത് തീർച്ചയായും അനുഗ്രഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയും. വേദപുസ്തകം പറയുന്നു, അവൻ നമ്മുടെ അധ്വാന ഫലത്തെ അനുഗ്രഹിക്കുമെന്ന്. അവിഹിതമായ സമ്പാദ്യങ്ങൾ അവൻ അനുഗ്രഹിക്കില്ല. നീ തെറ്റായ രീതിയിൽ പണം ഉണ്ടാക്കിയാലും വഞ്ചന ചെയ്ത് പണം സമ്പാദിച്ചാലും അവസാനം നിനക്ക് ബാക്കിയാവുന്നത് കടം മാത്രമാണ്. കാരണം അതിൽ അനുഗ്രഹമില്ല. നീ എത്രത്തോളം സമ്പാദിച്ചു കൂട്ടിയാലും അത് ഓട്ടസഞ്ചിയിൽ ഇടുന്നത് പോലെ ആകുന്നു. കാരണം നീ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നില്ല. നിന്റെ വരുമാനത്തിൽ നിന്നും ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നീ കൊടുക്കുന്നതുമില്ല. നാം ഒരു രാജ്യത്തിലായിരിക്കുമ്പോൾ നാം അവിടെ ടാക്സ് അടയ്ക്കേണ്ടതാണ്. ആ ടാക്സ് കെട്ടാതിരുന്നാൽ നാം കുറ്റക്കാരായിട്ട് മാറും. അങ്ങനെയെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ടതായ ഭാഗം ദൈവത്തിന് കൊടുക്കാതിരുന്നാൽ നാം കള്ളന്മാരാകും. അതെ, ഇന്ന് നിന്റെ വരുമാനത്തിൽ നിന്നും ദൈവത്തിനുള്ള ദശാംശം കൊടുക്കുവാനായിട്ട് അവൻ കൽപ്പിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിൽ ദശാംശം ദൈവത്തിന്റെ അവകാശമാകുന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് ദൈവത്തിന് കൊടുക്കുന്നതായ സമയത്ത് ഞാൻ ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് മതി വരുവോളം നിങ്ങളെ അനുഗ്രഹിക്കുമെന്നും ദൈവത്തിന്റെ വചനം പറയുന്നു. ദൈവത്തിനെന്തോ പണം ആവശ്യമായിട്ട് നിങ്ങളോട് ചോദിക്കുന്നതല്ല, മറിച്ച് ദൈവത്തോട് നിങ്ങൾ വിശ്വാസം കാണിക്കുന്നവരാണോ? ദൈവത്തോട് നിങ്ങൾക്ക് നന്ദിയുള്ളവരാണോ? നിനക്ക് ഒരു വരുമാനം കിട്ടുന്നതായ സമയത്ത് അത് ദൈവത്താൽ ലഭിച്ചതാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ?
നീ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രകാഴ്ച കൊടുക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതായ ദൈവം നിന്റെ ജീവിതത്തെ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കുവാനും ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ കാലത്ത് അനേകം ആളുകളും തങ്ങൾ അധ്വാനിക്കുന്ന പണമെല്ലാം തങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. തങ്ങളുടെ ഇഷ്ടപ്രകാരം അത് ഉപയോഗിക്കുന്നു. നമ്മുടെ രാജ്യത്ത് അനേകം മദ്യപാനികളായവർ അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം മുഴുവനും മദ്യപാനത്തിനു വേണ്ടി മാത്രം ഉപയോഗിച്ച് ഭാര്യയെയും മക്കളെയും പോലും നോക്കാത്ത അവസ്ഥയിൽ ആകുന്നവരുമുണ്ട്. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചിലവിടുന്നത് എന്തിന് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. കഷ്ടപ്പെടുന്നതായ പണം എന്തിനാണ് നിനക്ക് സംതൃപ്തി നൽകാത്ത ഒരു കാര്യത്തിനു വേണ്ടി നീ ഉപയോഗിക്കുന്നത്? ആഡംബരങ്ങൾക്ക് വേണ്ടി, വസ്ത്രങ്ങൾക്ക് വേണ്ടി, ഓരോരോ കാര്യങ്ങൾക്കായി നമ്മുടെ വരുമാനത്തിനുമപ്പുറമായിട്ട് ചിലവഴിച്ചിട്ട് കടത്താൽ ഭാരപ്പെട്ടിരിക്കുകയാണ്. ഒരു നിമിഷം ആലോചിക്കുക. ഈ പ്രോഗ്രാം ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന സഹോദര സഹോദരി, നിങ്ങളുടെ കടം എത്രയാണ്? നിങ്ങൾക്ക് കടമുണ്ടോ? ചിന്തിക്കുക. ഒരാൾ പറഞ്ഞു എനിക്ക് കടമില്ല, ലോണ് മാത്രമാണെന്ന്. അത് ലോണാണെങ്കിലും ക്രെഡിറ്റ് കാർഡിന് കൊടുക്കാനുള്ള ബില്ലാണെങ്കിലും അതെല്ലാം ഒരു കടമല്ലേ? ഓർക്കണം, നമുക്ക് ഒരുപാട് ബില്ല് അടയ്ക്കേണ്ടതായ സമയത്ത് എല്ലായിടത്തു നിന്നും കടം വാങ്ങിയിട്ട് ഒന്നും അടയ്ക്കാൻ പറ്റാത്തതായ അവസ്ഥയിൽ വളരെ നിരാശയോടുകൂടി കണ്ണുനീരോടുകൂടി വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങാൻ പറ്റാത്തതായ അവസ്ഥയിൽ ജീവിക്കുന്ന അനേകം ആളുകളുണ്ട്. ഒരു നിമിഷം ചിന്തിക്കുക. നാളെ സമ്പാദിക്കാമെന്ന് വിചാരിക്കുന്നതിനെ ഇന്ന് തന്നെ ചിലവഴിക്കരുത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നാം തീർച്ചയായിട്ടും ചിന്തിക്കണം, നമ്മുടെ വരുമാനം എത്രയാണ്, നമ്മുടെ ചിലവ് എത്രയാണ്. അതിനനുസരിച്ച് ചിലവഴിച്ചാൽ നമുക്ക് കടം ഉണ്ടാകുന്നതായ സാധ്യതയില്ല. ഇന്ന് അനേകം ആളുകൾ കടഭാരത്തിലാകുന്നു. പലർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതായ സമയത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ കടം വന്നു എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, അത് എൻ്റേതല്ല, എൻ്റെ സ്നേഹിതൻ അല്ലെങ്കിൽ എൻ്റെ ബന്ധു ജാമ്യത്തിന് വേണ്ടി സൈൻ ചെയ്യാൻ പറഞ്ഞു, അവർക്ക് ഞാൻ കടം വാങ്ങിക്കൊടുത്തു. കടം കൊടുത്ത ആൾ വേറെയാണ്, വാങ്ങിയ വ്യക്തിയും വേറെയാണ്. എൻ്റെ സൈൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഈ കടം വീട്ടേണ്ട ചുമതല ഇപ്പോൾ എൻ്റെ മേലായിരിക്കുന്നു. ഇപ്പോൾ ഞാനാണ് ഇതെല്ലാം പൂർണ്ണമായിട്ടും വീട്ടുവാൻ കഷ്ടപ്പെടുന്നത്. നോക്കുക, നിങ്ങളുടെ കയ്യിൽ പണമുണ്ട് എങ്കിൽ, ആർക്കെങ്കിലും കടം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായും കൊടുക്കണം. എന്നാൽ നിങ്ങളുടെ കയ്യിൽ പണമില്ലാതിരിക്കുന്ന സമയത്ത് ആരുടെയെങ്കിലും പേരിൽ കടം വാങ്ങിക്കൊടുക്കുന്നത് അത് നല്ലതല്ല. നിങ്ങളുടെ കയ്യിൽ ഇല്ലാതെ ഇരിക്കുമ്പോൾ മറ്റാരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിപ്പിച്ച് അവസാനം നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നത് എത്ര ദുഃഖകരമാണ്. ഇന്ന് അനേകം ആളുകൾ അങ്ങനെയുണ്ട്. ദുഷ്ടനായ വ്യക്തി കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കുന്നില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് കടത്തിനു വേണ്ടി മറ്റുള്ളവർക്കായിട്ട് ജാമ്യം നിൽക്കുവാനോ അതുപോലെ എനിക്കെന്തെങ്കിലും കമ്മീഷൻ ലഭിക്കും അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞൊരിക്കലും മുൻപോട്ട് പോകരുത്. ഇങ്ങനെ പണത്തിന്റെ ഇടപാടുകളിൽ വളരെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണം. അതെപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിരിക്കണം. നിങ്ങൾ ആദ്യം ഇടപെടുന്നതായ സമയത്ത് എനിക്ക് കുറേ പണം ലഭിക്കാനിടയാകും, ഒരുപാട് പണം ലാഭമായി കിട്ടും എന്നൊക്കെ ചിന്തിക്കും. എന്നാൽ പിന്നീട് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ വഞ്ചിക്കപ്പെട്ടുവെന്ന്, ചതിക്കപ്പെട്ടുവെന്ന്. പ്രിയ സഹോദര സഹോദരി, ഒരു വ്യക്തി ചെറിയ കാര്യത്തിൽ വിശ്വസനായില്ല എങ്കിൽ എങ്ങനെ ദൈവത്തിന് അവനെ അനുഗ്രഹിക്കുവാൻ കഴിയും? നിന്റെ കയ്യിൽ തന്നിരിക്കുന്ന പണത്തിന്റെ വിഷയത്തിൽ നീ വിശ്വസ്തനായിരിക്കുന്നില്ല എങ്കിൽ നിന്റെ ജീവിതത്തിൽ നഷ്ടമുണ്ടാകാനിടയാകും. അനേകരും മറ്റുള്ളവരുടെ പണം അവരുടെ കയ്യിൽ വെച്ചിട്ട് കള്ളക്കണക്കുകൾ എഴുതുന്നതായിട്ടും കാണാം. അത് ദൈവത്തിന് വെറുപ്പുള്ള കാര്യമാണ്. കൈക്കൂലി വാങ്ങിയെടുക്കുന്നതും മറ്റുള്ളവരുടെ പണം തട്ടിയെടുക്കുന്നതും ദൈവം ഒരിക്കലും അംഗീകരിക്കുകയില്ല. നീ അധ്വാനിച്ച് പണമുണ്ടാക്കിയാൽ അത് അല്പമാണെങ്കിലും ദൈവം അതിനെ അനുഗ്രഹിച്ച് നിന്റെ സകല ആവശ്യങ്ങളും നടക്കുവാൻ തക്കവണ്ണം അത് നന്മയ്ക്കായിട്ട് മാറ്റുവാനിടയാകും. അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുക, ഇനിമേൽ ഞാൻ കടം വാങ്ങുകയില്ല. എനിക്ക് ആവശ്യമുള്ളത് എൻ്റെ കർത്താവ് നൽകും എന്ന വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കും. ഒരുപക്ഷേ എനിക്ക് ശ്രേഷ്ഠമായ ആഹാരം കഴിക്കുവാനുള്ള പണമില്ല എങ്കിലും എനിക്ക് ഉണ്ടായിരിക്കുന്ന ആഹാരം കഴിച്ചുകൊണ്ട് വെള്ളം കുടിച്ച് കർത്താവിനെ ഞാൻ സ്തുതിക്കും. പുതിയ വസ്ത്രം വാങ്ങുവാൻ പണമില്ല എങ്കിൽ ഉള്ള വസ്ത്രം വൃത്തിയായിട്ട് സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് പിന്നെ കടം ഉണ്ടാവുകയില്ലല്ലോ. നിങ്ങൾക്ക് കടമുണ്ടായത് എങ്ങനെ ചോദിക്കുമ്പോൾ ചിലർ പറയും, മക്കളെ വിവാഹം കഴിപ്പിച്ചയച്ചു, അതുകൊണ്ടാണ് കടം ഉണ്ടായതെന്ന്. എന്താണ്? വിവാഹത്തിനു വേണ്ടി കടം വാങ്ങുകയോ? അത്രയും ആഡംബരമായിട്ട് വിവാഹം ചെയ്യണമോ? ഒരു ദിവസത്തെ കല്യാണത്തിന് വേണ്ടി ഒരുപാട് കടം വാങ്ങിയിട്ട് വർഷങ്ങളായിട്ട് കഷ്ടത അനുഭവിക്കുന്നവർ ഉണ്ട്. ഇന്ന് അനേകം ആളുകൾ പറയാറുണ്ട്, വീട് കെട്ടുന്നതിന് വേണ്ടിയാണ് കടം വാങ്ങുവാനിടയായത്. ഇപ്പോൾ ആ പുതിയ വീട്ടിലാണെങ്കിലും സമാധാനത്തോടെ ആയിരിക്കാൻ കഴിയുന്നില്ല.
നിങ്ങളുടെ കഴിവിനപ്പുറമായുള്ള കടം എന്തുകൊണ്ടാണ് നിങ്ങൾ വാങ്ങിയത്? ചിലരോട് എന്തുകൊണ്ടാണ് കടം വാങ്ങിയത് എന്ന് ചോദിച്ചാൽ അവർ പറയുന്നതായ വാക്കുകൾ കേട്ടാൽ ഒരുപാട് വേദനയുണ്ടാകും. അവർ പറയും, ഞങ്ങൾ വാങ്ങിയില്ല, ഞങ്ങളുടെ പിതാവ് കടം വാങ്ങുകയും മരണശേഷം കടം ബാക്കിയാവുകയും ചെയ്തുവെന്ന്. ആ കടക്കാർ വന്ന് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറഞ്ഞ് വേദനിക്കുന്ന അനേകം ആളുകളുണ്ട്. എന്തിനു കടം വാങ്ങിയെന്ന് മറ്റു ചിലരോട് ചോദിക്കുകയാണെങ്കിൽ പറയും, ആക്സിഡന്റ് ഉണ്ടാകാനിടയായി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, ലക്ഷക്കണക്കിന് പണം കൊടുക്കാതെ ഓപ്പറേഷൻ ചെയ്യുകയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആശുപത്രി ചിലവിന് വേണ്ടി, മരുന്നുകൾക്ക് വേണ്ടി കടം വാങ്ങിയിട്ട് വീട്ടാത്ത അവസ്ഥയിൽ ആയിരിക്കുന്നു എന്ന് വേദനയോടുകൂടി പറയുന്നു. പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ എന്തുകൊണ്ടാണ് കടം വാങ്ങിയത്, എത്രയാണ് കടം വാങ്ങിയത് എന്ന് ഈ ദിവസം ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങളുടെ കടബാധ്യതകളെല്ലാം തന്നെ വീട്ടുവാൻ മതിയായവനാണ് നമ്മുടെ കർത്താവ്. വെള്ളി എൻ്റേത്, പൊന്ന് എൻ്റേത്, പ്രപഞ്ചവും അതിലുള്ള സകലതും എൻ്റേതാണെന്ന് പറഞ്ഞ കർത്താവ് നിനക്കുണ്ടായിരിക്കുന്നതായ കടഭാരങ്ങളെ അത് എത്രയാണെങ്കിലും വീട്ടുവാൻ മതിയായ ദൈവമാകുന്നു. നിന്റെ തെറ്റുകളെ നീ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ അനുതാപത്തോടുകൂടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ, എൻ്റെ തെറ്റുകൾ ക്ഷമിക്കണമേ, എൻ്റെ അവിവേകം നീ ക്ഷമിക്കണമേ, കർത്താവേ എന്നോട് കരുണ കാട്ടണമേ എന്ന് നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞതായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാനിടയാകും. നിങ്ങളുടെ കടബാധ്യതകളിൽ നിന്നും എങ്ങനെ ദൈവം വിടുവിക്കുന്നു എന്ന് എനിക്കറിയാൻ കഴിയില്ല, എന്നാൽ അത്ഭുതങ്ങൾ ചെയ്യുന്നതായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ഇടയാകും. അതെ, നിങ്ങൾ അനുതാപത്തോടുകൂടി വിശ്വാസത്തോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. കർത്താവ്, എനിക്ക് ഒരുപാട് കടഭാരമുണ്ട്, ഒരുപാട് ആളുകൾക്ക് ഒരുപാട് പണം ഞാൻ കടം കൊടുക്കാനുണ്ട്, ഇത്രയും കഷ്ടത നിറഞ്ഞ അവസ്ഥയിൽ എന്തു ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിൽ നീ ആശ്രയിക്കുകയാണെങ്കിൽ അത്ഭുത കാര്യങ്ങൾ ചെയ്യുന്നവനായ കർത്താവ് നിന്നോട് കരുണ കാട്ടും. മനുഷ്യരെ വിശ്വസിച്ചിട്ട് ചതിക്കപ്പെട്ടു. ഇവിടെ നിന്ന് കടം വാങ്ങി അവിടെ കൊടുത്ത്, അവിടെ നിന്ന് കടം വാങ്ങി ഇവിടെ കൊടുത്ത്, അവസാനം കടമായിട്ട് തന്നെ അവശേഷിച്ചു പോകുന്നല്ലോ. കർത്താവ് കണ്ണു തുറക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറാനിടയാകും. ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ അറിവില്ലായ്മ ഓർത്തുകൊണ്ട്, അവിവേകം ഓർത്തുകൊണ്ട്, നിങ്ങൾ വരുത്തിവെച്ചതായ കടഭാരം ഓർത്തുകൊണ്ട് പശ്ചാത്തപിച്ച്, കർത്താവേ, ഇനിമേൽ എൻ്റെ കയ്യിൽ വരുന്നതായ പണത്തെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു, നീ അനുഗ്രഹിക്കണമേ, നിന്റെ ഹിതപ്രകാരം അത് ചെലവഴിക്കുവാൻ വേണ്ടി എന്നെ സഹായിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ കടഭാരങ്ങൾ മാറുക മാത്രമല്ല, നിങ്ങളുടെ ചിലവുകളെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാക്കി വയ്ക്കുവാനും ദൈവം നിങ്ങളെ സഹായിക്കും. അവൻ അനുഗ്രഹിച്ചതായ ജനങ്ങൾ കടം വാങ്ങുകയില്ല, കടം കൊടുക്കുകയായിരിക്കും ചെയ്യുന്നതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഒരു കാലത്ത് കടം വാങ്ങിയിരുന്നതായ അവർ ഇന്ന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് മറ്റ് അനേകർക്ക് കടം കൊടുക്കത്തക്കതായ നിലയിൽ ദൈവം അവരെ ആക്കി വച്ചിരിക്കുന്നു. നിന്നോടും ദൈവം കരുണ കാട്ടും. ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുക. ഇനി ഒരു സാഹചര്യത്തിലും ഞാൻ കടം വാങ്ങുവാൻ ഇടയാകില്ല. എൻ്റെ ഏതവസ്ഥയിലും തക്ക സമയത്ത് തന്നെ കർത്താവ് എനിക്ക് നൽകിത്തരും എന്ന വിശ്വാസത്തോടുകൂടി മുൻപോട്ട് പോകും. എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്കൊന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ടതായ കാര്യമില്ല. എനിക്ക് കിട്ടുന്ന പണം ആ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചുകൊണ്ട് ഞാൻ ചിലവഴിക്കാൻ ഇടയാകുമെന്ന് തീരുമാനിക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഈ വചനം കേട്ടുകൊണ്ട് എനിക്കിത്രയും കടഭാരമുണ്ട്, ഇത്രത്തോളം ആവശ്യങ്ങൾ എനിക്കുണ്ട്, ഇന്ന വിഷയങ്ങളിൽ എനിക്ക് നഷ്ടം വന്നിരിക്കുന്നു, ചതിക്കപ്പെട്ടിരിക്കുന്നു, ഞെരുക്കത്തിലായിരിക്കുന്നു, വെളിയിൽ വരുവാൻ പറ്റാത്ത അവസ്ഥയിലാകുന്നു, കടഭാരത്തിൽ മുങ്ങിപ്പോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരൊക്കെയാണോ തങ്ങളുടെ അവസ്ഥയെ അറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കുന്നത് അവരെ നീ ദർശിക്കുമാറാകണമേ. നിന്റെ മുറിവേറ്റതായ കരങ്ങളെ നീട്ടിക്കൊണ്ട് അവരുടെ അജ്ഞാനവും അറിവില്ലായ്മയും ക്ഷമിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിക്കണമേ കർത്താവേ. നീ അനുഗ്രഹിച്ചാൽ അത് നിത്യമായ അനുഗ്രഹം ആയിരിക്കുന്നതുകൊണ്ട് നീ ഇവരെ അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിൽ പരസ്പരം കടം വാങ്ങി, പരസ്പരം വഞ്ചന കാട്ടി, പരസ്പരം ദോഷം പ്രവർത്തിക്കുന്ന നാശകരമായ ഈ ലോകത്തിൽ ഞങ്ങൾ മനുഷ്യർക്ക് ദാസന്മാരാകാതെ ദൈവത്തിൻ്റെ മക്കളായി, ദൈവത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ അധ്വാന ഫലത്തെ അനുഗ്രഹിക്കണമേ അപ്പാ. ഞങ്ങളുടെ കലത്തിലെ മാവും ഞങ്ങളുടെ ഭരണിയിലെ എണ്ണയും കുറഞ്ഞു പോകാതെ ആ ക്ഷാമകാലത്ത് വിധവയായ സ്ത്രീയെ നീ അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസം ഞങ്ങൾക്കുണ്ടായിരിക്കുന്ന അല്പമാണെങ്കിലും അതിനെ നീ അനുഗ്രഹിച്ചുകൊണ്ട് അത് സംതൃപ്തി നൽകുന്നതിനു വേണ്ടിയും ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടിയും
ഉതകുവാൻ തക്കവണ്ണം നീ അനുഗ്രഹിച്ച് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് കടഭാരമൊന്നുമില്ല, ഞങ്ങൾ സുഖത്തോടെയായിരിക്കുന്നു എന്നാണോ ചിന്തിക്കുന്നത്? ഒരുപാട് പണമുണ്ടെന്ന് പറഞ്ഞ് ആഡംബരത്തോടെ ജീവിക്കുകയാണെങ്കിൽ ഇരുന്ന് തിന്നാൽ പർവ്വതം പോലും തീരുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്കുള്ളതായ പണം ജാഗ്രതയോടെ നിങ്ങൾ ഉപയോഗിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കടമില്ലെങ്കിലും ആകസ്മികമായി കടം ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ പരിശ്രമിക്കുക. പണത്തിൽ അല്ലാതെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. വ്യാപാരത്തിൽ കൂടി വരുന്നതായ ലാഭത്തിൽ മാത്രം ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കൂ. ദൈവം അനുഗ്രഹിച്ചാൽ അത് നിത്യമായ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കൂ. ഇപ്പോൾ തന്നെ ഒരുപാട് കടബാധ്യതകൾ ആയിരിക്കുന്നതായ വ്യക്തികളുണ്ട്. ആഹാരം കഴിക്കാൻ പോലും ഉള്ളതായ ശേഷിയില്ല എന്ന് പറയുന്നതായ അനേകം ആളുകളെ കർത്താവ് ഈ ദിവസം അനുഗ്രഹിക്കുവാൻ, അവരുടെ കടബാധ്യതകൾ വീട്ടുവാൻ മതിയായ ദൈവമാകുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ കടബാധ്യതകൾ എല്ലാം തീരുന്നതിന് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ എപ്പോഴും ഒരുക്കത്തോടെയായിരിക്കുന്നു. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ